let's start doing this question. First question നിങ്ങൾ കാണുന്നില്ലേ? The equation of motion of a projectile are given by x is equal to 36t and 2y is equal to 96t minus 9.8 t square. The angle of projection is നമ്മളോട് ചോദിച്ചിരിക്കുന്നത് angle of projection അല്ലേ? അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ കുറെ ഇക്വേഷൻസ് ഒക്കെ ഡിഡ്യൂസ് ചെയ്തില്ലേ? ഉണ്ടോ? യെസ് സർ ഉണ്ട്. അപ്പം എക്സ് ഡിസ്റ്റൻസിന് നമ്മൾ ഒരു ഇക്വേഷൻ ഡിഡ്യൂസ് ചെയ്തിരുന്നല്ലോ, ഓർമ്മ ഉണ്ടോ? എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി. യു കോസ് തീറ്റ ടി. അതേപോലെ നമ്മൾ വൈക്ക് ഒരു ഇക്വേഷൻ ഡിഡ്യൂസ് ചെയ്തിരുന്ന വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. പറയും യു സൈൻ തീറ്റ മൈനസ് ജി ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ? ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ? നമ്മള് റേഞ്ചിനും ഹൈറ്റിനും ഒക്കെ ഇക്വേഷൻ പറയുന്നത് കൂടാതെ എക്സിനും വൈക്കുമുള്ള ഇക്വേഷനും നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടില്ലേ? ഉണ്ടോ? യെസ് സർ. യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്നാല് ഇവിടെ നമുക്ക് എക്സിന് പകരം എന്താ തന്നിരിക്കുന്നത്? ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 36t കാണുന്നുണ്ടോ? അല്ലേ? യെസ് സർ കാണുന്നുണ്ട്. y is equal to ഇങ്ങനെയാണെങ്കിൽ 2y is equal to ഇങ്ങനെയാണെങ്കിൽ y is equal എന്തായിരിക്കും? മൊത്തത്തിനെ ഒരു എന്ത് ചെയ്യാ? 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം അല്ലെ? 96 divided by 2 എത്രയാ? 96 divided by 2 48. 48t minus 9.8 divided by 2 എത്രയാ? പറയേ. 49. 4.9. 4.9 t square. എഴുതിക്കൂടെ? എഴുതാമോ? യെസ് സർ. യെസ്. If we could write like this, ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ x is equal to u cos theta t യിൽ u cos theta ക്ക് പകരം ഇവിടെ 36 അല്ലേ? ആണോ? യെസ് സർ. y is equal to u sin theta t minus half gt square ൽ u sin theta ക്ക് പകരം ഇവിടെ എത്രയാ? 48 ആണോ? ആണോ? യെസ് സർ. അപ്പം നമുക്ക് എഴുതാം therefore you could write u cos theta is equal to 36 and u sin theta is equal to എത്ര? 48. കുഴപ്പമുണ്ടോ? നോ സർ. ഇതിൽ നിന്ന് u sin theta by u cos theta അതായത് tan theta, u sin theta by u cos theta ചെയ്യാണ്. u വെട്ടിക്കളയാം. sin theta by cos theta tan theta ആയിരിക്കില്ലേ? That is equal to 48 divided by 36. എഴുതാൻ പറ്റുമോ? യെസ് സർ. യെസ്. 48 divided by 36 ന്റെ ആൻസർ എന്താ? അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്ര? എത്രയാ? 48 divided by 36 നെ എങ്ങനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാക്കാം? 4/3. 4/3 എന്നാക്കാം. ആക്കിക്കൂടെ? അപ്പൊ tan theta is equal to 4/3 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാന്നാല് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ മാജിക് ട്രയാങ്കിളിനെ പറ്റി പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? ഓപ്പോസിറ്റ് സൈഡ് 4, അഡ്ജസന്റ് സൈഡ് 3 അല്ലേ? അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? പൈത്തഗോറസ് തിയറം പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് 5, 4, 3 ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? ആണോ? അപ്പം tan theta 4/3 ആണെങ്കിൽ അപ്പൊ sin theta എന്തായിരിക്കും? sin theta is equal to 4/5 ആണോ? യെസ് സർ. അങ്ങനെയാണ് theta is equal to ആണെങ്കിൽ sin inverse of 4/5. Am I clear? യെസ് സർ. അപ്പൊ അങ്ങനെയാണ് ഏതാണ് കറക്റ്റ് ആൻസർ? sin inverse of 4/5. A. That is option A. Clear ആണോ? ക്ലിയർ ആണോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു അല്ലേ? ഇതാ ഇതേമാതിരി തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാന്നാല് ഇതാ 36 48 സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5 അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻ യു സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? കാണുന്നുണ്ടോ? The height y and Yes, sir. കാണുന്നുണ്ട്. x along the horizontal plane of a projectile on certain planet with no surrounding atmosphere is given by y is equal to എന്നാണ് ട്ടോ 8t minus 5t square and x is equal to 6t meter where t is in second. The velocity with which the object is projected is. Velocity with the object is projected എന്ന് പറയുമ്പം അവര് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് u ആണ്. u നല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആണോ? Yes, sir. അപ്പം ഇങ്ങനെയാണ് u എന്ന് പറയുന്ന വെലോസിറ്റി ഉള്ളതെങ്കിൽ ആ u എന്ന് പറയുന്ന വെലോസിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ആംഗിൾ തീറ്റ, ഇത് ux കമ്പോണന്റ് ദാറ്റ് ഇസ് ഈക്വൽ u cos തീറ്റ, ഇത് uy കമ്പോണന്റ് ദാറ്റ് ഇസ് ഈക്വൽ u sin തീറ്റ. അങ്ങനെയൊക്കെ ഓർമ്മല്ലേ? നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ പഠിച്ചില്ലേ? Yes, sir. അപ്പം വൈക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വൈക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താ? വെലോസിറ്റി കണ്ടുപിടിക്കണേ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes, sir. അങ്ങനെയാണ് vy is equal to dy by dt എന്ന് എഴുതുന്നത് തെറ്റാണോ? തെറ്റാണോ? No, sir. അല്ല. അതേപോലെ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ d by dt of x അല്ലെ? ഇങ്ങനെ ചെയ്താൽ കിട്ടൂലേ? കിട്ടുമോ? Yes, sir. അങ്ങനെയാണെങ്കിൽ d by dt of y ഇവിടെ എത്രയാ? y ഇവിടെ എത്രയാ തന്നിരിക്കുന്നവര്? 80 minus 5t square. 80 minus 5t square. ശരിയാണല്ലോ അല്ലേ? d by dx of x അപ്പൊ d by dt of x ഇവിടെ x എത്രയാ തന്നിരിക്കുന്നത്? 6t അല്ലെ? ഡിഫറൻസിയേഷൻ ചെയ്യാൻ നമുക്ക് അറിയില്ലേ? ഞാൻ കുറെ നിങ്ങൾ പഠിപ്പിച്ചല്ലേ? 8 into d by dt of t minus 5 into d by dt of t square. Am I correct? d by dt of t 1 ആണ്. അപ്പം 8 minus 5 into d by dt of t square എന്ന് പറയുന്നത് 5 into d by dt of t square 2t അല്ലേ? ആണോ? അപ്പം 8 minus 10t എന്ന് കിട്ടും. എന്ത്? vy ആണോ? അല്ലേ? Yes, sir. അതേപോലെ vx എന്ന് പറയുന്നതിനെ 6നെ പുറത്തെടുക്കാം. d by dt of t എന്താണ്? 1 ആണ്. അപ്പൊ 6 into 1. അപ്പൊ vx is equal to 6 എന്നും കിട്ടും. കിട്ടില്ലേ? കിട്ടുമോ? Yes, sir. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് vx ഉം vy ഉം ആണല്ലേ? vx ഉം vy അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഒബ്ജക്റ്റ് ഇസ് പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. യുവിനെ കിട്ടണമെങ്കിൽ ux ഉം uy ഉം വേണം. ux എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റാ? എപ്പോഴുള്ള വെലോസിറ്റി ആണ് u? ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ t is equal to 0 ടൈമിൽ അല്ലേ? ആണോ? therefore uy എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും t is equal to 0 എന്ന് കൊടുത്താൽ മതി. ഈ ഇക്വേഷനിൽ t equal to 0 കൊടുത്തിട്ടുണ്ട് എന്ത് കിട്ടും? നമുക്ക് ഫൈനൽ വെലോസിറ്റിക്ക് പകരം ഇനീഷ്യൽ വെലോസിറ്റി കിട്ടണേ t is equal to 0 കൊടുത്താൽ പോരെ? ആണോ? Yes, sir. അപ്പം ഇവിടെ t is equal to 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 8 minus 0 എന്ന് പറയുന്നത് u എന്താണ്? 8. കുഴപ്പമുണ്ടോ? ഇവിടെ t is equal to 0 കൊടുക്കുകയാണെങ്കിലും അവിടെ എന്താ കിട്ടുക? ux എന്ന് പറയുന്നതും 6 തന്നെയാണ്. ഇവിടെ t ഇല്ലല്ലോ. t ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി എന്നാല് we got ux is equal to 6 and uy is equal to 8. ux ന് നമുക്ക് 6 എന്നും കിട്ടി, uy ന് നമുക്ക് 8 എന്നും കിട്ടി.
അപ്പൊ യു കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചിട്ടില്ലേ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് എ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് നമ്മൾ 6. ആ വെക്ടർ പി എന്ന് പറയുന്ന ഒരു വെക്ടറും ക്യൂ എന്ന് പറയുന്ന വെക്ടർ ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത് വിചാരിച്ചോ. അങ്ങനെയാണ് 6 കിട്ടണേ നമുക്ക് എന്താ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos θ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes, sir. അതിൽ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 90 ഡിഗ്രി ആണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? Yes, sir. ഉണ്ട്. അതേ രീതിയിൽ ഇപ്പൊ യുവിനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആരൊക്കെ ആഡ് ചെയ്യാം? യു എക്സും യു വൈയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 90 ഡിഗ്രി അല്ലേ? ആണോ? Yes, sir. അതുകൊണ്ട് what we can say from this is, we can say u എന്ന് പറയുന്നത് റൂട്ട് ഓഫ് യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ആയിരിക്കൂലേ? അല്ലേ? ആണോ? Yes, sir. അപ്പൊ റൂട്ട് ഓഫ് യു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എത്രയാ? 36. 8 സ്ക്വയർ എത്രയാ? 64. 64. അപ്പം 36 പ്ലസ് 64 എന്ന് പറയുന്നത് 100 അല്ലേ? Yes, sir. റൂട്ട് 100 എത്രയാ? റൂട്ട് 100 10 അല്ലേ? 10. അപ്പൊ യു എത്ര കിട്ടി? Therefore you are getting u 10 is meter per equal to second. 10 meter per second. മനസ്സിലായോ? മനസ്സിലായോ? Yes, sir. അപ്പൊ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ ബി സി ഡി. C. സി. കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായോ? Sir, ഒറ്റ സെക്കൻഡ് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഓ, എല്ലാവരോടും കൂടി ആയിട്ടാട്ടോ ഞാൻ ചോദിച്ചത്. മനസ്സിലായോ എന്നുള്ളത്? Is this clear to you? Yes. അങ്ങനെയാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ ട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നോക്കട്ടെ, അതിന് ആൻസർ അത് തന്നെയാണോ നോക്കട്ടെ. ഏതായിരുന്നു ചോദ്യം? ഇതൊക്കെ കഴിഞ്ഞല്ലേ? ആണ് 10. Look at this question. Question കാണുന്നില്ലേ? Which of the following graph between the horizontal velocity ux of a projectile and time t when it is projected from ground? ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത ഒരു പ്രൊജക്ടൈലിന്റെ ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫ്? ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷനും ടൈമും വെച്ചിട്ടുള്ള ഗ്രാഫ്. അപ്പൊ നമുക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്? പ്രൊജക്ടൈലിനെ നമ്മൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏത് വെലോസിറ്റി മാറൂല? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ വിൽ ബി എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ത്രൂ ഔട്ട് ദ മോഷൻ ഓഫ് പ്രൊജക്ടൈൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഷുഡ് ബി എ കോൺസ്റ്റന്റ്. അപ്പം ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മാറരുത്. ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മാറരുത്. അപ്പൊ ഇതിൽ ഏതാ ഗ്രാഫ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ്? ഡി. ഓപ്ഷൻ ഡി അല്ലെ? നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പ്രൊജക്ടൈൽ മോഷൻ എങ്ങനെയാണ് പോവുക എന്നുള്ളത് കാണിക്കാനല്ലല്ലോ. ഒരു കല്ല് എങ്ങനെയാ പോയി വീഴുക എന്നുള്ളത് കാണിക്കാനെന്നല്ല പറഞ്ഞത്, ഗ്രാഫ് വരയ്ക്കാൻ. ആരൊക്കെ തമ്മില്? ടൈമും യു എക്സും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ ഓഫ് പ്രൊജക്ടൈൽ. അതുകൊണ്ട് ഏത് സമയത്തും യു എക്സിന്റെ വില എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? Yes, sir. ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. Shall we move on Yes, to sir. next question? Yes. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ the equation of trajectory of a projectile is y is equal to 10x minus 5/9 x square. We assume g is equal to 10 meter per second square and the range of the projectile in meters. ആരെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? റേഞ്ചിനല്ലേ? പ്രൊജക്ടൈലിന്റെ റേഞ്ചിനല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ?
പ്രൊജക്ടൈലിന്റെ റേഞ്ചിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? R is equal to u square പറയും sin u square sin square theta by 2g. sin 2 theta by g. u square sin square theta by 2g എന്ന് പറയുന്ന ഹൈറ്റിന്റെ ഇക്വേഷൻ അല്ലായിരുന്നോ? അല്ലെ ഇവിടെ റേഞ്ച് അല്ലേ വെച്ചത് അല്ലേ? u square sin 2 theta by g അല്ലേ റേഞ്ചിന്റെ ഇക്വേഷൻ, ഓർമ്മണ്ടോ? Yes sir. ഇതായിരുന്നു റേഞ്ചിന്റെ ഇക്വേഷൻ. അപ്പം ഇതിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് നമ്മൾ തെളിയിച്ചിട്ടില്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പം y is equal to എന്ത് tan theta x എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ x is equal to u cos theta t എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? Yes sir. അതിന് t is equal to ആണ് x by u cos theta എഴുതാം അല്ലേ? y is equal to u sin theta t minus half gt square എന്ന് ഓർമ്മ ഉണ്ടോ? Yes sir. ആ ഇക്വേഷനിലുള്ള ടികൾക്ക് പകരം നമുക്ക് x by u cos theta കൊടുക്കുകയാണ് എന്ത് കിട്ടും? u sin theta into t ക്ക് പകരം എന്ത് കൊടുക്കാം? x by u cos theta മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിലുള്ള ടി ക്ക് പകരം x by u cos theta കൊടുക്കുകയാണെങ്കിൽ x square by u square cos square theta എഴുതിക്കൂടെ? എഴുതാമോ? Yes sir. ആരെ വെട്ടിക്കളയാം? ആരെ വെട്ടിക്കളയാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ u വെട്ടിക്കൂടെ? sin theta by cos theta tan theta അല്ലേ? ആണോ? അപ്പൊ tan theta x മൈനസ് ഇവിടെ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാല് g by 2 u square cos square theta x square ഇങ്ങനെ എഴുതിക്കൂടെ? Can we write an equation like this? ഈ ഇക്വേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പാരബോളയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണ്. ഓർമ്മണ്ടോ? ഓർമ്മണ്ടോ? എന്തായാലും ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നാല് നമ്മൾ കമ്പയർ ചെയ്യാം. ആരെ കമ്പയർ ചെയ്യാം? നമ്മളുടെ ഇപ്പൊ തന്ന ഇക്വേഷനും നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷനും. പണ്ട് പഠിച്ച ഇക്വേഷൻ ആണിത്. അതിൽ ടാൻ തീറ്റക്ക് വേറെ ഇപ്പൊ തന്ന ഇക്വേഷൻ ആരാ? 10 ആണ്. അപ്പം 10 is equal to tan theta എന്ന് എഴുതുന്നതിനോട് തെറ്റില്ലല്ലോ? ഇല്ല. അങ്ങനെയാണ് g by 2 u square cos square theta പകരം ആരാ? 5 by 9. 5 by 9. അപ്പം 5 divided by 9 is equal to g by 2 u square cos square theta എഴുതിക്കൂടെ? എഴുതിക്കൂടെ? നമുക്കപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്നാല് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ടാൻ തീറ്റയുടെ വില 10 ആന്നുള്ളത് കിട്ടി. അതേമാതിരി തന്നെ g by 2 u square cos square theta എന്ന് പറയുന്നത് 5 by 9 ആണെന്ന് കിട്ടി. ഈ കിട്ടിയ ഐഡിയ വെച്ചിട്ട് നമുക്ക് റേഞ്ചിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. റേഞ്ചിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റേഞ്ചിന്റെ ഈ ഇക്വേഷനിൽ ഞാൻ അതിനെ r is equal to u square sin 2 theta എന്ന് പറയുന്നത് 2 sin theta cos theta ആണ്. ഓർമ്മ ഉണ്ടോ? ഡിവൈഡ് ബൈ g ഇങ്ങനെ എഴുതിയാൽ തെറ്റാണോ? ടെക്നിക്കലി തെറ്റാണോ? No sir. അല്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാന്നാല് ഇതാ ഇതിലുള്ള ആൾക്കാരൊക്കെ ടേംസിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെയുള്ള ആൾക്കാരെ ടേംസിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷനിൽ എനിക്ക് തോന്നിയമായിരുന്ന ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോസ് തീറ്റനോട് മൾട്ടിപ്ലൈയും ചെയ്തു, കോസ് തീറ്റനോട് ഡിവൈഡും ചെയ്തു. കാരണം ഇവിടെ കോസ് സ്ക്വയർ തീറ്റ എന്നൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കോസ് സ്ക്വയർ തീറ്റനാക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ് തീറ്റനെ മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്ത ഇക്വേഷൻ മാറ്റം വരില്ലല്ലോ. മാറ്റം വരുമോ? No sir. ഇല്ല. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആരാ?
tan theta. tan theta. അപ്പം യു സ്ക്വയർ എന്താണ് പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റനെ ടാൻ തീറ്റ എന്ന് എഴുതട്ടെ. ടാൻ തീറ്റ പിന്നെ ബാക്കിയുള്ളത് ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലേ ആണോ? ഡിവൈഡഡ് Yes, ബൈ sir. ജി. ഇങ്ങനെ എഴുതുന്നതിനോട് കുഴപ്പമില്ലല്ലോ. No, sir. ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്ക് യു സ്ക്വയർ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ ജി അത് എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ? ഇതാ ഈ ഒരാളെ റെസിപ്രോക്കൽ അല്ലേ അല്ലേ? Yes, ആണോ? sir. ഇവിടെ നോക്കി നോക്ക്. ഇവിടെ ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 5/9 എന്ന് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അപ്പൊ ഈ വട്ടത്തിലിട്ട ആൾക്കാർക്ക് പകരം എന്ത് കൊടുക്കാം? 5/9 എന്നാണോ 9/5 എന്നാണോ കൊടുക്കേണ്ടത്? 9/5. അവിടെ അതിന് പകരം 9/5 എന്ന് കൊടുക്കാം. പിന്നെ ടാൻ തീറ്റക്ക് പകരം എന്ത് കൊടുക്കാം? 10. അപ്പൊ 9/5 ഇൻറ്റു 10 അല്ലേ? 9/5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 90/5 അല്ലെ? 90/5 എത്രയാ? $18. 90/18. അപ്പൊ ഓപ്ഷൻ ഏതാ? സി. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്ത കാര്യം മനസ്സിലായോ? Yes, sir. യെസ്. ഒന്നുകൂടി പറയൂ. അതായത് നമ്മൾ ഈ ചോദ്യം ഒന്നുകൂടി നോക്ക്. ദ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ തന്നു. ഇക്വേഷൻ ഓഫ് ട്രജക്ടറി തന്നത് വൈന്റെ എക്സിന്റെയും ടേംസിലുള്ള ഒരു ഇക്വേഷൻ, വൈന്റെ എക്സിന്റെയും ടേംസിലുള്ള ഒരു ഇക്വേഷൻ. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ജീനെ 10 എന്ന് എടുത്തോളാൻ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാൻ. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ഡെറിവേഷനിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഡെറിവേഷനിൽ പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് നമ്മൾ തെളിയിച്ചിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഉണ്ടായിരുന്നോ? ഉണ്ടോ? ആ ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോ ഈ Sir, എല്ലാ ആ പറയ് sir, കേൾക്കുന്നില്ല. എല്ലാ ഇക്വേഷൻസ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ പാരബോളിക് ആണെന്ന് സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞില്ല. ഇല്ല, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇത് നോക്ക്. ഈ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഈ ഇക്വേഷനും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന് ടി ഇസ് ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ ടി ഇസ് ഈക്വൽ ടു എന്നുള്ളതിന്റെ വില നമ്മൾ ഇതാ ഇവിടെയുള്ള ഈ ടീകൾക്ക് കൊടുക്കുകയാണ് വിചാരിച്ചോ. ഇവിടെയുള്ള ടീകൾക്ക് എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാമോ? യെസ് സർ, ഉണ്ടാക്കാം. അപ്പൊ ഇത് നോക്കി നോക്ക്. ഇത് y is equal to എന്തോ ഇൻറ്റു എക്സ് മൈനസ് എന്തോ ഇൻറ്റു എക്സ് സ്ക്വയർ. ആ രൂപത്തിൽ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ തന്ന ഇക്വേഷന്റെ രൂപത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ ഉണ്ടാക്കിക്കൂടെ? ഇനി ഇത് എന്ന് പറയുന്നത് ഒരു പാരബോളയുടെ ജനറൽ ഇക്വേഷൻ മാതിരിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് പറയാം. ഇനിയിപ്പോ ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതൊരു പാരബോളയുടെ ജനറൽ ഇക്വേഷൻ മാതിരിയാണ്, അതുകൊണ്ട് പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്നും പറയാം. പക്ഷെ ഈ ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആക്കിയതിന്റെ ഉദ്ദേശം എന്താ? ഇയാളുമായിട്ട് കമ്പയർ ചെയ്യാനാണ്. ഇയാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാൻ തീറ്റക്ക് പകരം ഇവിടെ 10 ആണ്. അതുകൊണ്ട് ടാൻ തീറ്റ ഇസിക്കൽ ടു 10 എഴുതിച്ചു. പിന്നെ ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റക്ക് പകരം ഇവിടെ ആരാ? 5/9 ആണ് അല്ലെ? ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 5/9 അല്ലേ? എഴുതി കൂടെ? എഴുതി. ഇനി നമ്മൾ റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ റേഞ്ചിനുള്ള ഇക്വേഷൻ ആണ്. പക്ഷെ ഈ ഇക്വേഷനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് അറിയുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഇക്വേഷൻ മാറ്റുക ചെയ്യുന്നത്. അതിന് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അല്ലേ? സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. ഇനി നമ്മൾ ഇതാ ഈ നമുക്ക് തന്ന ഡാറ്റാസ് വെച്ചിട്ടല്ലേ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്ന ഡാറ്റാസ് വെച്ച് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ തന്ന ഡാറ്റാസിൽ ടാൻ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് ഒരു കോസ് തീറ്റ ഉള്ളതിനെ കോസ് സ്ക്വയർ തീറ്റ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ് തീറ്റനെ മൾട്ടിപ്ലൈയും ചെയ്തു ഡിവൈഡും ചെയ്തു. ഇക്വേഷൻ മാറ്റൊന്നും വരില്ലല്ലോ, ഇല്ല. പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. പിന്നെ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. ബാക്കിയൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയൊക്കെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ അല്ലേ? ഒരു ഡിഫറൻസ് എന്താ ചെയ്തതാണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എഴുതി. ബാക്കിയൊക്കെ ഇവിടെ തന്നെ അല്ലേ? ഉണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഇനി വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ എന്ത് ചെയ്തു? ടാൻ തീറ്റക്ക് പകരം എന്ത് കൊടുത്തു?
ടാൻ തീറ്റക്ക് പകരം നമ്മൾ കൊടുത്തു 10. പിന്നെ ബാക്കിയുള്ള എല്ലാരെയും കൂടി നോക്കുകയാണ്, അവർക്ക് എല്ലാവർക്കും പകരം എന്താണ് 9/5 ആണ്. കാരണം നോക്കി നോക്ക്, ബാക്കി എല്ലാ ആൾക്കാരും എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ, ആണോ? അല്ലേ? അപ്പൊ അതിന് പകരം Yes, 9/5 sir. 5/9 പകരം 9/5 കൊടുത്തു. അപ്പൊ ആൻസർ കിട്ടി 45. അല്ല 45 18 കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? yes, sir. യെസ്. Yes, sir. Cos theta എന്തിനാ sir multiply ചെയ്യണത്? കാരണം എന്താ, ഇത് നോക്ക്, ഇതാ നമുക്ക് 5/9 ഇസിക്വൽ ഇതാന്നല്ലേ കിട്ടിയത്. അപ്പൊ ഇവിടെ cos സ്ക്വയർ തീറ്റ അല്ലേ ഉള്ളത്. Okay, sir. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ cos സ്ക്വയർ തീറ്റയുടെ രൂപത്തിലാക്കാൻ, cos സ്ക്വയർ തീറ്റ ഉള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ 5/9 എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനോട് ഒരു cos തീറ്റ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് എന്തായി, നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറി. ക്ലിയർ ആണോ? Okay, sir. ഓക്കെ. Yes, sir. The relation between time of flight of projectile and time to reach maximum height is, അറിയില്ലേ? അതൊരു ഡയറക്റ്റ് ഫോർമുല അല്ലേ? എന്താണ് നമ്മൾ പഠിച്ച റിലേഷൻ? TF is equal to 2TM. TF is equal to 2TM. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രൊജക്ടൈൽ മോഷനിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അറിയാം. അതുകൊണ്ട് അതിനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കുഴപ്പമുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് പഠിച്ചതല്ലേ? ടൈം ഓഫ് മാക്സിമം ആയിട്ടും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഫോർ ആൻ ഒബ്ജെക്ട് ത്രോൺ അറ്റ് 45 ഡിഗ്രി the maximum h and horizontal range are related as. ഇത് ഞാൻ പ്രോബ്ലം ആയിട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? തീറ്റ is equal to 45 ഡിഗ്രി ആവുന്ന സമയത്ത് റേഞ്ച് മാക്സിമം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? ഇല്ലേ? ആ മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? u²/g. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? Sir, ഇത് പറഞ്ഞിട്ടില്ല തോന്നുന്നു. എന്തായാലും റേഞ്ച് മാക്സിമം ആവുമ്പോൾ u²/g 45 ഡിഗ്രിയിലാവുമ്പോൾ റേഞ്ച് മാക്സിമം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. എന്തായാലും റേഞ്ചിനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് റേഞ്ചിനുള്ള ജനറൽ ഇക്വേഷൻ u² sin 2θ/g ആണ് റേഞ്ചിനുള്ള ജനറൽ ഇക്വേഷൻ അല്ലേ? അവിടെ തീറ്റ = 45 ഡിഗ്രി ആണെങ്കിൽ sin 2θ എന്ന് പറയുന്നത് sin 2 × 45 sin 90 അല്ലേ? sin 90 എത്രയാ? 1 ആണ്. ആണോ? അപ്പൊ θ = 45 എന്നുള്ളത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടൂലേ? കിട്ടോ? യെസ് സർ. അതാണ് റേഞ്ചിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ വില. അപ്പൊ മാക്സിമം റേഞ്ച് 45 ഡിഗ്രിയിലാണ്. അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണ്ടി. റേഞ്ച് മാക്സിമം എപ്പോഴാ? 45 ഡിഗ്രിയിൽ ആണേ. കുഴപ്പമില്ലല്ലോ. ഇനി ഹൈറ്റിനുള്ള ഇക്വേഷനെ u² sin² θ ഡിവൈഡഡ് ബൈ 2g പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? യെസ് സർ. യെസ്. Then if theta is equal to 45 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഈ h ന്റെ ഇക്വേഷൻ എങ്ങനെയായി മാറും? u²/4g. u² sin² 45. sin² 45 എന്ന് പറയുന്നത് 1/√2 ആണല്ലേ? sin 45 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താവും? 2g ആവും. ആവൂലേ? ആവോ? യെസ് സർ. അപ്പം h is equal to sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പൊ sin² 45 1/√2 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ശരിയല്ലേ? യെസ് സർ. അപ്പൊ ഇവിടെ ഈ 1/√2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ആണ്. ആ 1/2ന്റെ 2 ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് u² ഡിവൈഡഡ് ബൈ 2 × 2 ദാറ്റ് ഇസ് 4g ആവൂലേ? നോക്കി നോക്ക് അല്ലെ? സിംപ്ലിഫൈ ചെയ്ത് നോക്കി. എങ്ങനെ ആവും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണ്, നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ u²/g എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണ് ഈ u²/g പകരം എന്ത് കൊടുക്കാം? 6 എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ h is equal to r/4 എന്ന് എഴുതാൻ പറ്റൂലേ? ഇല്ലേ? u²/g പകരം 6 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് h is equal to r/4 എന്ന് എഴുതാം. ഇതിപ്പോ r is equal to എന്ത് എഴുതാം? 4h എഴുതാമോ? യെസ് സർ.
എഴുതാം r is equal to 4h. Is this clear to you? Clear ആണോ? Yes, sir. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ Yes, sir. Option C is the C. correct answer. Is this clear to you? Yes, sir. Yes. Shall we move on to our next question? Yes, sir. Yes. R is equal to 4h. അപ്പൊ മറന്നു പോണ്ട 45 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ട് ചെയ്യാണ്. റേഞ്ചും ഹൈറ്റും തമ്മിലുള്ള ബന്ധം എന്താ? R is equal to 4h അല്ലേ? അല്ലേ? Yes, sir. അടുത്തത് if സാർ ഈ ഹൈറ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 അല്ലേ റേഞ്ച്? മനസ്സിലായില്ലടാ? സാർ ഹൈറ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 അല്ലേ റേഞ്ച്? ഹൈറ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാല് d by dx ഓ? സാർ ഇവിടെ ഡി ബൈ ഡി തീറ്റ ഓഫ് എച്ച് ഇൻറ്റു 2. d by d theta of ഇൻറ്റു h/2 ഹാഫ്. ആ ഇത് എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ d by d theta എന്ന് പറഞ്ഞാല്? സാർ ഇതിനകത്ത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നില്ലേ, ആംഗിളില് നമ്മൾ എറിയുന്ന ആംഗിളില് ഇത് ഇപ്പൊ യുവും ജിയും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി ബൈ ഡി തീറ്റ ഓഫ് h/2 എന്ന് പറയുന്നത് റേഞ്ച് അല്ലേ സാർ? h/2 അല്ലെങ്കിൽ h/2 റേഞ്ച് അല്ലേ? h into 2 റേഞ്ച് അല്ലേ? എനിക്ക് നീ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടില്ല. h into 2 ഈക്വൽ ടു റേഞ്ച് അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2h is equal to r അല്ല വരാ? അതെങ്ങനെയാ? അല്ല സാർ, അതിനെ ഡെറിവേറ്റീവ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്താല് ഡെറിവേറ്റീവ് d by dx ചെയ്യാം, d by d theta ചെയ്യാം. അതിലിപ്പം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഒക്കെ ഉള്ള ഡെറിവേറ്റീവ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ ഊഹം. നീ ഒരു കാര്യം ചെയ്യും എന്തായാലും ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ? ആരത്? അമനാണോ? ആ ഒരു കാര്യം ചെയ്യടാ, നീ അത് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചോ, എന്താ ഉദ്ദേശം എന്നുള്ളേ. എന്നിട്ട് ഞാൻ അതിനെ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ അതിനെ വേസ്റ്റ് ചെയ്യുന്ന ടൈം. അപ്പം ഇവിടെ അടുത്ത ചോദ്യം ഇത് നോക്ക്. ഇഫ് R and H represent horizontal range and maximum height of projectile, then angle of projection with horizontal is. ആറും എച്ചും റേഞ്ചും ഹൈറ്റും ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ പറഞ്ഞ മാതിരി തന്നെ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? u² sin 2 theta by g ആണ് അല്ലേ? കുഴപ്പമുണ്ടോ? അതിനെ u² sin 2 തീറ്റനെ 2 sin theta cos theta divided by g എന്ന് എഴുതിയാലും തെറ്റല്ലല്ലോ? തെറ്റാണോ? No, sir. അല്ല. അതേപോലെ ഹൈറ്റിനെ കണ്ടുപിടിക്കാൻ നമുക്ക് u² sin square theta divided by 2g എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? Yes, sir. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ എല്ലാം ടാൻ ഇൻവേഴ്സ് ഓഫ് ഒന്ന് h/r അല്ലെങ്കിൽ r/h എന്നുള്ള രൂപത്തിലല്ലേ? നമുക്ക് വെറുതെ h/r ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. h/r കണ്ടുപിടിക്കണേ. h-നെ നേരെ എടുത്ത് എഴുതുക പറഞ്ഞാല് u² sin square theta by 2g നേരെ എടുത്ത് എഴുതി. ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഡിവൈഡഡ് ബൈ r എന്ന് പറയുമ്പോൾ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? Yes, sir. അപ്പൊ g by u² 2 sin theta cos theta എന്ന് എഴുതിയാൽ പോരെ? Yes, sir. അങ്ങനെയാണെങ്കിൽ u² പോയി, g പോയി, സൈൻ സ്ക്വയർ തീറ്റയിലെ ഒരു സൈൻ തീറ്റയും ഇവിടെ ഉള്ള ഒരു സൈൻ തീറ്റയും അതും പോയി അല്ലേ? അപ്പൊ ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താവും? ടാൻ തീറ്റ ആവും അല്ലേ? ആണോ? അപ്പം h/r is equal to ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റനെ ടാൻ തീറ്റ, പിന്നെ 2 into 2 4 ആണോ? അങ്ങനെയല്ല ആവുക? ആണോ? Yes, sir.
അപ്പം tan theta is equal to 4h by r എഴുതിക്കൂടെ? Yes, sir. Yes. അപ്പൊ theta is equal എന്താ? Therefore theta is equal to Tan inverse of 4h by r. tan inverse of 4h by r. അപ്പം ഈ ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോ എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മുമ്പ് ഇങ്ങനെ ഒരു സബ് ഇക്വേഷൻ കിട്ടിയില്ലേ? കിട്ടിയോ? അപ്പൊ ഇതാണ് എച്ചും ആറും തീറ്റയും തമ്മിലുള്ള ബന്ധം. ഇതാണ് എച്ചും ആറും തീറ്റയും തമ്മിലുള്ള ബന്ധം അല്ലേ? ജനറൽ ഫോമിൽ വെച്ചിട്ട് തന്നെയല്ലേ എടുത്ത് ആണോ? അപ്പൊ ഇങ്ങനെ ഒരു Yes, sir. ഇക്വേഷൻ ഒക്കെ നമ്മളെ ഫോർമുല ആ ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നേരെ ഉപയോഗിച്ചൂടെ? കുഴപ്പമില്ലല്ലോ. ഇനി ഈ ഇക്വേഷനിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാം? നമ്മളെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാന്നാൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് എന്താ വേണ്ടത്? തീറ്റ 45 ഡിഗ്രി ആകുമ്പോൾ എച്ച് ആർ നമ്മളെ ബന്ധല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ എന്താ ഉണ്ടാക്കിയ? ടാൻ തീറ്റ സിക്കൽ എന്താ കിട്ടിയ? ടാൻ തീറ്റ സിക്കൽ എന്താ കിട്ടിയ? 4h by r. 4h by r എന്നുള്ള ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ഇപ്പം ലാസ്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ? ഇവിടെ തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ tan 45 is equal to 4h by r. tan 45 എത്ര? 1 അല്ലേ? അപ്പം 1 is equal to 4h by r. ഇതിൽ നിന്ന് r is equal എന്ത് കിട്ടി? 4h. നേരെ കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നമ്മള് ഷോർട്ട് കട്ട് ഫോർമുലാസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, അത് ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ചില ചോദ്യങ്ങളിൽ ചെയ്യാൻ സഹായകരമാവും. ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ നമുക്ക്? അപ്പം ഇതേപോലത്തെ ഷോർട്ട് കട്ട് ഫോർമുലാസ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ച് മുന്നത്തെ ചോദ്യത്തിനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടായിരുന്നോ? ഇല്ലേ? Yes, sir. അണ്ടർസ്റ്റാൻഡ് ദിസ്? യെസ്. അടുത്ത ചോദ്യം. Two projectiles are fired from same point with same speed at angle of projection 60 degree and 30 degree. Which of the following are true? പറയ്. 60 ഡിഗ്രിയിലും 30 ഡിഗ്രിയിലും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും സെയിം റേഞ്ച് ആണെന്ന് പഠിച്ചിട്ടുണ്ടോ? C. അല്ലേ? പഠിച്ചിട്ടില്ലേ? തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും സെയിം റേഞ്ച് പഠിച്ചിട്ടുണ്ടോ? Have you obtained an equation like this? At theta angle and 90 minus theta angle, the projectile will have same range. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി ആംഗിളും 30 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നതും തീറ്റ 90 മൈനസ് തീറ്റ ആണ്. അപ്പൊ സെയിം റേഞ്ച് അല്ലേ? വേറെ ഒന്നും സെയിം ആയിരിക്കില്ല. നോക്കി നോക്ക്. Sir, velocity at the highest point is 0 ആയിരിക്കില്ലേ? അല്ല, വെലോസിറ്റി അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും? vy ആണ് 0. വെർട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഹൈയസ്റ്റ് പോയിന്റ് ആ 0. അല്ലാണ്ട് v 0 അല്ല. v ഇങ്ങോട്ടുണ്ട്. vy 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v 0 അല്ലല്ലോ. v ഇങ്ങോട്ടില്ലേ? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ആണ് 0. അല്ലാണ്ട് c അല്ല, a. Okay, sir. ക്ലിയർ? അപ്പൊ നമ്മളുടെ ഈ വീഡിയോ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇടും.